ഒ.ജെ. ജനീഷ് മന്ത്രി സ്ഥാനാർത്ഥിയാകുന്നതിന് മുമ്പേ ആദ്യം കാണാനെത്തിയത് ടൈംസ് ഓഫ് കൊടുങ്ങല്ലൂരിനെ. മന്ത്രിയാകുമെന്ന് ആദ്യം പറഞ്ഞതും ഞങ്ങൾ. മലബാർ എൻട്രൻസ് കോച്ചിംഗ് സെന്റർ, ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള ശരിയായ മാർഗം. മാർച്ച് മാസത്തിലെ ഒരു ഞായറാഴ്ച വൈകിട്ട് 4 മണിയോടെ ടൈംസ് ഓഫ് കൊടുങ്ങല്ലൂരിന്റെ മൊബൈലിലേക്ക് കൊടുങ്ങല്ലൂർ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി സനിൽ സത്യന്റെ ഫോൺ കോൾ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഒ.ജെ. ജനീഷിനെ നേരിൽ കാണണമെന്ന്, വീട്ടിലേക്ക് ഇപ്പോൾ വരട്ടെ എന്നും തിരക്കി. 5 മണിക്ക് ശേഷം ഓഫീസിൽ വന്നാൽ മതിയെന്നറിയിച്ചു. 5 മണിയായപ്പോൾ കോൺഗ്രസ് കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് പി.വി. രമണൻ, സനിൽ സത്യൻ എന്നിവരുടെ കൂടെ ഒ.ജെ. ജനീഷ് ഓഫീസിലേക്ക് എത്തി. സൗമ്യമുഖമുള്ള ജനീഷിന്റെ വാക്കുകളിലെയും നോട്ടത്തിലെയും അഗ്നി ഞങ്ങൾ കണ്ടറിഞ്ഞു. എറണാകുളം ജില്ലയിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കാമെന്ന ആലോചനയിലായിരുന്നു അതുവരെ ജനീഷ്. 1 മണിക്കൂറോളം നീണ്ടുനിന്ന ചർച്ച നഗരസഭയുടെ വിവിധ ഭാഗങ്ങളെപ്പറ്റി ചോദിച്ചറിഞ്ഞു. അവസാനം ജനീഷ് ഞങ്ങളോട് ചോദിച്ചത് LDF സ്ഥാനാർത്ഥി നഗരസഭയിൽ എത്ര വോട്ടുകൾ ഭൂരിപക്ഷം നേടുമെന്നാണ്. അസന്നിഗ്ധമായി ഞങ്ങൾ പറഞ്ഞു 3000 മുതൽ 5000 വരെ വോട്ടുകൾ LDFന് നഗരസഭയിൽ ഭൂരിപക്ഷം കിട്ടുമെന്ന്. കസേരയിൽ നിന്നെണീറ്റ് ഞങ്ങളുടെ കയ്യിൽ പിടിച്ച് എങ്കിൽ ഞാൻ ജയിക്കും ചേട്ടാ എന്ന് പറഞ്ഞ് ഓഫീസിൽ നിന്നിറങ്ങുമ്പോൾ ഞങ്ങളുടെ റിപ്പോർട്ടർ PK നൗഫൽ ഇതിനെല്ലാം സാക്ഷിയാവുകയായിരുന്നു. പിന്നീട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞപ്പോഴും നോമിനേഷൻ കൊടുത്തപ്പോഴുമെല്ലാം ഞങ്ങളെ വിളിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തിരക്കിനിടയിലും വിളിക്കാൻ ജനീഷ് മറന്നില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം ജനീഷ് വിളിച്ച് സംസാരിച്ചത് 1 മണിക്കൂറോളം നേരം. വോട്ടെണ്ണൽ ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് തെരഞ്ഞെടുപ്പ് ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് വിജയം വിളിച്ചറിയിക്കുവാനും ജനീഷ് മറന്നില്ല. മെയ് 7-ാം തീയതി ഒ.ജെ. ജനീഷ് മന്ത്രിയാകുമെന്ന വാർത്ത നൽകിയതും ഞങ്ങൾ തന്നെ. ജനീഷിനെ കൊടുങ്ങല്ലൂരിലെ ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഉയരാൻ കഴിയട്ടെ എന്ന് ടൈംസ് ഓഫ് കൊടുങ്ങല്ലൂർ പ്രത്യാശിക്കുന്നു.